വിദ്യ എഡ്യൂക്കേഷൻ ജിഷയുടെ ചാനലിലേക്ക് സ്വാഗതം. കാറ്ററ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ ഏതാനും ക്വസ്റ്റ്യൻ ആണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. പെറ്റർലോ കൂട്ടക്കൊല നടന്ന രാജ്യത്തിൻ്റെ പേരെഴുതുക. ഫ്രാൻസ്. ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണമല്ലാത്തത് സൂര്യൻ്റെ അയനം. കാവേരി നദിക്ക് പോഷക നദിയായ കേരളത്തിൽ നിന്നുള്ള നദി കബനി. സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൗമഭാഗമേത്? സമുദ്ര ഭൂവൽക്കം. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. താഴെ പറയുന്നവയിൽ സ്ഥിരമൂലധനം ഏത്? ഉപകരണങ്ങളും മെഷീനുകളും. സൗരയൂഥത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾക്ക് ഇടയിലാണ് ഭൂമിയുടെ ഭ്രമണപഥം? ബുധനും ശുക്രനും. ഒരു ദിവസത്തെ കൂടിയ താപനിലയായി കണക്കാക്കുന്നത് ഏത് സമയത്തെ അന്തരീക്ഷ താപനിലയാണ്? 5 AM. ദ്വിതീയ മേഖല അർത്ഥമാക്കുന്നത് കാർഷിക മേഖല. 1857 വിപ്ലവത്തിന് അവധിൽ നേതൃത്വം നൽകിയത് ആര്? ബിർജി നിക്കന്ദർ. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നത് ആളോഹരി വരുമാനം. പെരിയാർ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ജ്യോതിറാവു ഫുലെ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? കുറുമ്പനാട് രാജാവ്. 45 ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 6. തന്നിട്ടുള്ളവയിൽ കേരളത്തിലെ ഏത് സ്ഥലമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? ലക്കിടി. സൂചനാ ബോർഡ് ലഭിച്ച ഹാരപ്പൻ സംസ്കാര കേന്ദ്രം ലോത്താൽ. ധരാതലീയ ഭൂപടങ്ങൾ ഏത് തരം ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്? തീമാറ്റിക് ഭൂപടങ്ങൾ. ഉഷ്ണമേഖലയിലെ ആഗോള വാതമേത്? ചക്രവാതം. ഗ്രീനിച്ച് സമയം 1 AM ആയിരിക്കെ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? 5:30 PM. സന്താൾ കലാപം നടന്ന സ്ഥലം? താജ്മഹൽ കുന്നുകൾ. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? MK ഗോപാലൻ. ഇന്ത്യയിൽ ഏതു സംസ്ഥാനമാണ് കയർ ഉൽപ്പാദനത്തിൽ ഒന്നാമതായി നിൽക്കുന്നത്? തമിഴ്നാട്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. പ്രാചീന ശിലായുഗത്തിലെ ഗസ്ഗോ ഗുഹാചിത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഇറ്റലി. തടദിനമെന്ന്? ഡിസംബർ 18. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ്റെ പേരെഴുതുക. കേശബ് ചന്ദ്ര സെൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പിറ്റിൻ്റെ ഇന്ത്യ നിയമം പാസാക്കിയ വർഷം 1783. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്ലാസ്സിനും വ്യവഹാരങ്ങളെ നിരീക്ഷിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ചോദ്യാവലി. ഇന്ത്യയിലെ നൂതന സാമ്പത്തിക പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ച വർഷം 1980. ഇന്ത്യയിൽ നിലവിലുള്ള കക്ഷി സമ്പ്രദായം? ദ്വികക്ഷി സമ്പ്രദായം. സാമൂഹ്യശാസ്ത്ര അധ്യാപകരുടെ തൊഴിൽപരമായ ഗുണം? സഹിഷ്ണുത. ക്ലാസ് റൂമിൽ ശ്രദ്ധ നിലനിർത്തുന്നതിനാവശ്യമായത് എന്ത്? ചോദ്യം ചോദിക്കൽ. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം? 60 വയസ്സ്. നിശ്ചിത സമയത്തിനുള്ളിൽ ബോധനത്തിലൂടെ കൈവരിക്കാവുന്നത് ഏത്? ലക്ഷ്യങ്ങൾ. ദേശീയോദ്ഗ്രഥനത്തിന് തടസ്സമായി വർത്തിക്കുന്നത് ഏത്? കുടുംബ വ്യവസ്ഥിതി. വിദ്യ എഡ്യൂക്കേഷൻ ചാനലിൻ്റെ 1ാമത്തെ ക്ലാസ്സാണ്. അടുത്ത ക്ലാസ് ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.